നമസ്കാരം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അജ്ഞതയിൽ നിന്ന് അറിവിലേക്കും നമ്മെ നയിക്കുന്ന പുണ്യരാത്രിയാണ് മഹാശിവരാത്രി. 2026 ഫെബ്രുവരി 15 നമ്മളിലേക്ക് എത്തുന്ന ഈ മഹാശിവരാത്രിക്ക് മറ്റൊരു വർഷത്തെക്കാളും പ്രാധാന്യമുണ്ട്. ഭഗവാൻ ശിവൻ ലോകത്തെ രക്ഷിക്കാൻ കാളകൂട വിഷം പാനം ചെയ്തതിൻ്റെയും ആദിപരാശക്തിയായ പാർവതി ദേവി വിവാഹം ചെയ്തതിൻ്റെയും സ്മരണ പുതുക്കുന്ന രാത്രിയാണിത്. വെറുമൊരു ഉറക്കമുളക്കലല്ല ശിവരാത്രി, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു തപസ്സാണ്. ഈ വീഡിയോയിലൂടെ ശിവരാത്രി വ്രതമെടുക്കുമ്പോൾ നാം ജപിക്കേണ്ട അതിശക്തമായിട്ടുള്ള മന്ത്രങ്ങളെക്കുറിച്ചും ശരീരപുഷ്ടിക്കും മനഃശുദ്ധിക്കും അനുയോജ്യമായ വ്രതഭക്ഷണങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഈ വീഡിയോ പൂർണ്ണമായി കാണുക, ഭഗവാന്റെ അനുഗ്രഹം തേടുക. പാലാഴിമതന സമയത്ത് ഉയർന്നു വന്ന മാരകമായ കാളകൂട വിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്തു. ആ വിഷം തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാതിരിക്കാൻ പാർവതി ദേവി ഭഗവാന്റെ കഴുത്തിൽ പിടിക്കുകയും ഭഗവാൻ അപകടം സംഭവിക്കാതിരിക്കാൻ ദേവന്മാരും മനുഷ്യരും ഉറക്കം വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് നാം ഉറക്കം വിളിച്ച് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവപാർവതിയുടെ വിവാഹം, അതായത് ഭഗവാൻ ശിവനും പാർവതി ദേവിയും വിവാഹിതരായ മഹാശിവരാത്രി ദിനത്തിലാണെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ശക്തിയും ശിവനും ഒന്നിരിക്കുന്ന ഒരു പ്രതീകമായി കാണുന്നു. മഹാശിവരാത്രിയെ മഹാവ്രതം എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകൾ പറയാം. രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ആ തമോ ഗുണങ്ങളെ, അതായത് അലസത, അജ്ഞത മറികടന്ന് ആത്മീയ ഉണർവ് നേടാനായിട്ട് സാധിക്കും. ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും നിയന്ത്രിക്കാനുമുള്ള മാർഗമാണിത്. പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കലോ, അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുകയോ എടുക്കുന്നതൊക്കെ മനസ്സിനെ ഭഗവാനിൽ നിന്ന് ഉറപ്പിക്കാൻ സഹായിക്കുന്നു. ശിവരാത്രി രാത്രിയിൽ 4 യാമങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ യാമത്തിലും ഭഗവാൻ ഒരു പ്രത്യേക അഭിഷേകങ്ങളും പൂജകളും നടക്കുന്നു. ഇത് ഭക്തർക്ക് അതിപുണ്യകരമാണ്. അത് ഭഗവാന്റെ പ്രീതിക്കായിട്ട് നമ്മൾ കൂവളത്തില പ്രാധാന്യമുണ്ട്. ശിവപ്രീതിക്കായിട്ട് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഒന്നാണ് കൂവളത്തില. ഇതിൻ്റെ 3 ഇലകൾ ഭഗവാന്റെ 3 കണ്ണുകളെയും ത്രിഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു. ശിവരാത്രി വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും നശിക്കുമെന്നും ജന്മമരണ ബന്ധങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ നമ്മളിലെ ഇരുട്ടിനെ അകറ്റി അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദിവസമാണ് ശിവരാത്രി വ്രതം. 2026 മഹാശിവരാത്രി ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ്. ഇതിനോടനുബന്ധിച്ച് തലേ ദിവസം ഫെബ്രുവരി 14 തീയതിയും ശിവരാത്രി ദിവസം, അതായത് ഫെബ്രുവരി 15 തീയതിയും പിറ്റേ ദിവസം ഫെബ്രുവരി 16 തീയതി, ഇങ്ങനെ 3 ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫെബ്രുവരി 14 തീയതി, അതായത് തലേ ദിവസം ശനിയാഴ്ച പ്രദോഷമാണ്. അപ്പോൾ അതായത് ഈ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. ഒരിക്കലാണെന്ന് രാത്രിയിൽ അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പ് വിഭവങ്ങളോ പഴങ്ങളോ ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. മോശം ചിന്തകളും വാക്കുകളും ഒഴിവാക്കി ഭഗവാനെ ശിവനെ ധ്യാനിച്ച് തുടങ്ങുക. പിന്നെ അതുപോലെ തന്നെ ശിവരാത്രി ദിവസം കൂവളത്തില പറിക്കാൻ പാടില്ല. അതിനാൽ ശനിയാഴ്ച തന്നെ ആവശ്യമായ കൂവളത്തില പറിച്ച് വൃത്തിയായി വെള്ളം തളിച്ച് മാറ്റിവെക്കുക. പിന്നെ അതുപോലെ തന്നെ അതിരാവിലെ ശിവരാത്രി ദിവസം ഫെബ്രുവരി 15 തീയതി ഞായറാഴ്ച അതിരാവിലെ ബ്രഹ്മമുഹൂർത്തിൽ തന്നെ ഉണരാൻ ശ്രമിക്കുക. സൂര്യോദയത്തിൽ തന്നെ ഉണർന്ന് കുളിച്ച് ഭസ്മധാരണം നടത്തുക. അന്നേ ദിവസം മറക്കരുത്, അതിരാവിലെ തന്നെ കുളിക്കുമ്പോൾ തന്നെ ഭസ്മധാരണം നടത്തണം. അത്ര പുണ്യമാണ്. അതുപോലെ തന്നെ അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ഭസ്മധാരണമൊക്കെ നടത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് കൂവളത്തിലമാല കൊണ്ട് അർച്ചനയൊക്കെ നടത്തി ജലധാര, പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ അന്നേ ദിവസം കഴിക്കുന്നത് നല്ലതാണ്. സാധിക്കുമെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക്, ആരോഗ്യ പ്രശ്നമുള്ളവർക്കൊക്കെ നമുക്ക് കരിക്കിൻ വെള്ളമോ ഫ്രൂട്ട്സോ ജ്യൂസൊക്കെ പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. പകൽ മുഴുവനും ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പാടില്ല. 4 യാമങ്ങളിലും ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും നടക്കുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുക്കുകയോ വീട്ടിലിരുന്ന് ശിവപുരാണം വായിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 16 തീയതി തിങ്കളാഴ്ച വ്രതം പൂർത്തിയാക്കുന്ന ഒരു ദിവസം പുലർച്ചെ അതിരാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് വീണ്ടും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. പാരണ വീടുന്ന ആ ഒരു സമയം ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച ശേഷം ലളിതമായ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. തിങ്കളാഴ്ചയുടെ ഒരു പ്രത്യേകത നമ്മുടെ 2026 ശിവരാത്രിക്ക് തൊട്ട് പിന്നാലെ വരുന്നത് ഭഗവാന് പ്രിയപ്പെട്ട തിങ്കളാഴ്ചയാണ് എന്നത് വ്രതത്തിൻ്റെ പുണ്യം വർദ്ധിപ്പിക്കുന്നു. ഫെബ്രുവരി 15 തീയതി അന്നേ ദിവസം വ്രതം എടുത്ത് പറ്റുന്ന അത്ര ശിവനാമങ്ങളൊക്കെ ജപിക്കുന്ന ഭക്തന് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അർദ്ധരാത്രിയാണ് ശിവഭഗവാനായിട്ട് തൻ്റെ ഭവനത്തിൽ വരിക. ആ സമയം നമുക്കുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. ആ ഒരു പ്രത്യേക നിമിഷത്തിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സൗഭാഗ്യം വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് നല്ല രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്രയേറെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണെന്ന്. അതായത് ശരീരത്തിനെയും മനസ്സിനെയും ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കാനാണ് നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത്.
വെള്ളം പോലും കുടിക്കാതെ വ്രതം നോൽക്കുന്നത് വളരെ ഉത്തമമാണ്. പക്ഷേ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കരിക്കിൻ വെള്ളമോ പാലോ കായ്കനികൾ അതായത് പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ആരോഗ്യ പ്രശ്നമുള്ളവർ പരമാവധി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കഴിക്കാതെ പട്ടിണി കിടന്ന് ഒരിക്കലും വ്രതം എടുക്കരുത്. ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് ചില ഭക്ഷണങ്ങൾ. അരി ഭക്ഷണം, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, മാംസാഹാരം എന്നിവ കർശനമായി നമ്മൾ ഒഴിവാക്കണം. ഉപ്പിന് പകരം സാധാരണ ഉപ്പിന് പകരം ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് ഈ വ്രതത്തിന് നല്ലത്. പിന്നെ സാബുദാന ചൗവരി കൊണ്ടുള്ള കഞ്ഞി അല്ലെങ്കിൽ പിന്നെ പുഴുങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ വിശപ്പടക്കാൻ നമുക്ക് മിതമായ അളവിലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഒട്ടും ആഹാരം കഴിക്കാൻ പറ്റാത്തവർ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാവുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഭക്ഷണം കഴിക്കാതെ വ്രതം എടുക്കാൻ ഞാൻ പറയുന്നില്ല. പിന്നെ ശിവരാത്രിയിൽ ജപിക്കേണ്ട കുറച്ച് മന്ത്രങ്ങളുണ്ട്. പഞ്ചാക്ഷരി മന്ത്രം ഉറപ്പായിട്ടും ജപിക്കണം. ഓം നമഃ ശിവായ ഇത് വെറൊരു മന്ത്രമല്ല. പ്രപഞ്ചത്തിലെ 5 മൂലകങ്ങളെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പ്രതികരിക്കുന്നതാണ്. ഇത് കഴിയുന്ന അത്ര തവണ ജപിക്കുന്നത് അത്രയേറെ നല്ലതാണ്. അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം. അകാല മരണത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഈ മന്ത്രം ജപിക്കണം. അന്നേ ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുന്ന ദിവസമാണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ശിവ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നത് നല്ലതാണ്. ഭഗവാന്റെ 108 നാമങ്ങൾ ഓരോന്നായിട്ട് ജപിച്ച് കൂവളത്തിൽ മാല സമർപ്പിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ, എന്ത് രീതിയിലുള്ള തടസ്സങ്ങളും നിങ്ങൾക്ക് മാറാനായിട്ട് ഈ ഒരു അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നത് അത്രയേറെ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്നാണെങ്കിലും ജപിക്കാം. അതല്ല ശിവക്ഷേത്രത്തിൽ അന്നേ ദിവസം പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ കൂവളത്തിലെ മാല ഭഗവാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ച് ഓരോ നാമങ്ങൾ ചൊല്ലുന്നതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും അജ്ഞതയെയും ഭസ്മീകരിച്ച് സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന പുണ്യദിനമാണ് മഹാശിവരാത്രി. 2026 ഫെബ്രുവരി 15 ഈ മഹാശിവരാത്രി വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശിവരാത്രി എന്നാൽ വെറുമൊരു ആഘോഷമല്ല, മറിച്ച് അത് പ്രകൃതിയും പുരുഷനും ഒന്നാകുന്ന നമ്മുടെ മനസ്സ് പരമാത്മാവിൽ ലയിക്കുന്ന സന്ദർഭമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത മന്ത്രങ്ങളും വ്രതരീതികളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ അന്നേ ദിവസം മറക്കണ്ട. ഫെബ്രുവരി 15 മഹാശിവരാത്രി. തലേ ദിവസം ഫെബ്രുവരി 14 വ്രതം തുടങ്ങണം. അതായത് നമ്മൾ അരി ആഹാരമൊന്നും കഴിക്കാതെ നമ്മൾ നൊയമ്പെടുത്ത് ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതം സ്റ്റാർട്ട് ചെയ്യണം. 16 നമ്മൾക്ക് പാരണ വീടാം. അങ്ങനെ 3 ദിവസമായിട്ടാണ് നമ്മുടെ ശിവരാത്രി. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഈ മഹാശിവരാത്രി വ്രതം എടുക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.